നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയും ജൂനിയർ സ്റ്റെനോഗ്രാഫർ വേക്കൻസിയും വന്നിട്ടുണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ 10 വേക്കൻസിയാണുള്ളത്. അതിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ വേക്കൻസി 4-ഉം ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 4-ഉം സ്റ്റോർസ് ആൻഡ് പർച്ചേസിന് 2 വേക്കൻസിയാണുള്ളത്. അങ്ങനെ ടോട്ടൽ 10 വേക്കൻസിയാണ്. അതിൽ ലെവൽ 2 വരുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് സാലറി ആയതുകൊണ്ട് ലെവൽ 2 വരുമ്പോൾ സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം 36,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്ന 28 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. 7 മെയ് 2025 വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ ആണെങ്കിൽ 6 വേക്കൻസിയാണ്. സ്റ്റെനോഗ്രാഫി പഠിച്ചവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം 47,000 രൂപയാണ്. ഇതിന് ഏജ് ലിമിറ്റ് വരുന്ന 27 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സിളവും, SC STക്ക് 5 വർഷത്തെ വയസ്സിളവും ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിന് +2 ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ. +2 നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പാസ്സായാൽ മാത്രം മതി. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ടൈപ്പിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അവർ നടത്തുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മാത്രം മതി. അപ്പോൾ ഈ വേക്കൻസി വന്നിട്ടുള്ളത് CSIRൻ്റെ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഏപ്രിൽ 7 മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയ് 7 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏപ്രിൽ 7 മുതൽ മെയ് 7 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. CFTRIൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഏകദേശം എക്സാമിനേഷൻ വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും. ഫസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകും. OMR ടൈപ്പ് ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷം ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അവസാനം റിസൾട്ട് വരെ ഏകദേശം ജൂലൈ ആകുമ്പോൾ പ്രസിദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് സെലക്ഷൻ കിട്ടിയ ഏകദേശം ഈ വർഷം തന്നെ ജോയിനിങ്ങും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാമിനേഷൻ സിലബസ് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാകും, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇത് 3ആണ് സിലബസ് ആയിട്ട് വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന്. ജൂനിയർ സ്റ്റെനോഗ്രാഫറിന് ഈ ഒരു സബ്ജക്റ്റിലും ഉണ്ടാകും. കൂടാതെ തന്നെ സ്റ്റെനോഗ്രാഫിയുടെ ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഇതിന് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. SC ST കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സിനാണ് 500 രൂപ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇത് ഓൺലൈനായി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അത് ഓൺലൈനായി അപ്ലൈ ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവർ പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ സെപ്പറേറ്റ് ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം ഇതിൻ്റെ ഓൺലൈൻ ലിങ്കിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക.